റിപ്പോർട്ടർ ഫോളോ ബ്രേക്കിംഗ് ലോൺ ആപ്പ് ജീവനെടുത്ത തിരുവനന്തപുരം ആര്യനാട് സ്വദേശി 21-കാരൻ ആനന്ദ് നേരിട്ടത് കടുത്ത ഭീഷണിയും സമ്മർദ്ദവും എന്ന വിവരം. സഹോദരിയുടെ മോർഫിംഗ് ചിത്രം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അമ്മയ്ക്കെതിരെ മോശം പരാമർശങ്ങൾ അയച്ചു. ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ തുടർച്ചയായി ഫോണിലേക്ക് അയച്ചു. 7 ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടും മറ്റു നമ്പറുകളിൽ നിന്നും തുടർച്ചയായ സന്ദേശങ്ങളെത്തി. ഭീഷണി സന്ദേശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 6-ന് ആസിഡ് കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദ് ഇന്നലെയാണ് മരിച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഈ യുവാവിനെ 21-കാരനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് വലിയ രീതിയിലുള്ള പീഡനമാണ് എന്ന് അറിയാനാകുന്നു. ഈ ലോൺ ആപ്പ് വഴി ആരാണ് ഭീഷണിപ്പെടുത്തത്? ആ നമ്പറുകളൊക്കെ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നോ പ്രതീഷ്? സ്മൃതി, തിരുവനന്തപുരം ആര്യനാട്ടെ ഒരു ടയർ കടയിലെ ജീവനക്കാരനാണ് 21-കാരനായ ആനന്ദ്. ആ ടയർ കടയ്ക്ക് സമീപമാണ് ആസിഡ് കുടിച്ച് അവശനിലയിൽ ആനന്ദിനെ കണ്ടെത്തുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് വെന്റിലേറ്ററിൽ കഴിയവെ ഇന്നലെയായിരുന്നു മരണം സംഭവിച്ചത്. ഈ മരണത്തിന് പിന്നാലെ ബന്ധുക്കൾക്ക് സംശയം തോന്നി ആനന്ദിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ ലോൺ ആപ്പിന്റെ ചതിക്കുഴികൾ, ആ മരണത്തിന് കാരണം ലോൺ ആപ്പ് എന്ന കുടുംബത്തിന് ബോധ്യമായത്. കടുത്ത മാനസിക സമ്മർദ്ദം ആനന്ദിന് നേരിടേണ്ടി വന്നു എന്നതാണ് ആ ഫോൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മാനസിക സമ്മർദ്ദവും നിരന്തരമായ ഭീഷണിയും പലരിൽ നിന്നായി ഉണ്ടായിരുന്നു. തുടർച്ചയായി ആനന്ദിന് സന്ദേശങ്ങൾ എത്തി. അതിൽ പ്രധാനമായും ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ മൊബൈലിലേക്ക് പല നമ്പറുകളിൽ നിന്നായി അയച്ചു. ഇത് മറ്റ് ആളുകളിലേക്ക് അയക്കുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു. ഒപ്പം ആനന്ദിന്റെ സഹോദരിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആനന്ദിന്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചു. അത്തരത്തിൽ വലിയ ഭീഷണിയാണ് ആനന്ദിന് നേരിടേണ്ടി വന്നത്. അവർ പറഞ്ഞ പണം എത്രയും വേഗം അടച്ചില്ലെങ്കിൽ ഇതെല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കുമെന്നതായിരുന്നു പ്രധാനമായും ഭീഷണിയായി പറയുന്നത്. ഒപ്പം ആനന്ദിന്റെ ഫോണിലുണ്ടായിരുന്ന ആനന്ദിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ നമ്പറുകൾ ഉൾപ്പെടെ അവർ ഭീഷണി സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയച്ചിരുന്നു. ആ നമ്പറുകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുമെന്നതായിരുന്നു ആനന്ദിന്റെ ഭീഷണി. ഒപ്പം പല വാചകങ്ങളും ആ ഭീഷണി സന്ദേശങ്ങളായി എത്തി. നിന്റെ ജീവൻ എൻ്റെ കയ്യിലാണ് എന്നുള്ള വാചകങ്ങളൊക്കെ ആയിരുന്നു ആ ഭീഷണി സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സമ്മർദ്ദമാണ് ആ 21-കാരൻ നേരിടേണ്ടി വന്നത്. മറ്റാരോടും അവൻ പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ആരോടും പറയാതെ ഈ സ്വയം ജീവനൊടുക്കുകയാണ് ആനന്ദ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ നമ്പറുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള നമ്പറുകളാണ്. ട്രൂ കോളറിൽ പരിശോധിക്കുമ്പോൾ വിയറ്റ്നാമിൽ നിന്നുള്ള വിളിച്ച ഡീറ്റെയിലുകളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ പരിശോധന വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ സൈബർ സെല്ലിൽ പരാതിക്കായി സമീപിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് പ്രതിദിനം നൂറുകണക്കിന് കേസുകളാണ് സൈബർ സെല്ലിൽ തന്നെ എത്തുന്നത്. ഇതുപോലെ നിരവധി ആളുകൾ ചതിക്കുഴിയിൽ അകപ്പെട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് സൈബർ സെല്ല് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ സന്ദേശങ്ങൾ അയക്കുകയും അത് താങ്ങാൻ കഴിയാത്ത ആ ഒരു സമ്മർദ്ദത്തിലാവുകയും ചെയ്യുമ്പോഴാണ് പലരും ജീവനൊടുക്കുന്നത്. നേരത്തെയും കേരളത്തിൽ പാലക്കാട് തന്നെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നിലവിലെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഒപ്പം തുടർച്ചയായി ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. സ്മൃതി. ശരി, പ്രതീഷാണ് വിവരങ്ങൾ നൽകുന്നത്. ജീവനെടുത്ത ലോൺ ആപ്പിന്റെ വിശദാംശങ്ങളാണ്. പ്രതീഷ്, ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എത്രത്തോളം വേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നു? ഇപ്പോൾ ആനന്ദിന്റെ ബന്ധു അജിത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ അജിത്തിലേക്ക് പോകുന്നു. പ്രതീഷ്, ശ്രീ അജിത്ത്, ഇപ്പോൾ ഈ യുവാവിന്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? പോലീസിൽ പരാതിപ്പെട്ടല്ലോ അല്ലേ? ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈബറിൽ കൂടെ കൊടുത്തിട്ടേ മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ രീതിയിൽ നോക്കാം, മാക്സിമം അവരുടെ സ്ട്രെങ്ത് അന്വേഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ആനന്ദിന്റെ ഫോണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? എത്ര കാലമായി ആനന്ദ് ഈ ഭീഷണി നേരിടുന്നു? അത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അവന്റെ ഫോണിൽ എടുത്ത് നോക്കി ഇപ്പോൾ ഇതുപോലെ സംഭവിച്ചു. 4-ാം തീയതിയാണ് രാവിലെ അല്ല, ഉച്ചയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെ രാവിലെ 7:30-ക്കാണ് മരണം സംഭവിക്കുന്നത്. അത് നമുക്ക് അതിനിടയ്ക്ക് സംഭവിച്ച ശേഷം ഞങ്ങൾ ഈ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൻ 2 ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഒരു 19,000, ഒരു 21,000. ഈ പൈസ എടുത്ത് ആപ്പിൽ നിന്ന് ലോൺ എടുത്തൊന്നും വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നോ? ഇല്ല, വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. വീട്ടിലെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ?
വീട്ടിലെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എടുത്തിട്ടുള്ളതെന്നാണ് അവന്റെ കൂട്ടുകാരോട് അവൻ പറഞ്ഞതായിട്ടുള്ള അറിയാവുന്നത്. അപ്പൊ കൂട്ടുകാരും വേറെ ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പൊ കൂട്ടുകാർ ഞങ്ങൾ ചോദിച്ചപ്പോഴും കൂട്ടുകാർ പറയുന്നത് പറഞ്ഞാൽ വേറെ ഈ പൈസയുടെ കാര്യമൊന്നും കൂടുതൽ ഞങ്ങളത് പറയാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർ ടയർ ഷോപ്പിലാണ് പോകുന്നത്. പുള്ളിക്കാരൻ അങ്ങനെ പോയിട്ട് ഈ 12 മണി തൊട്ട് അവനെ രാവിലെ തൊട്ട് ആരൊക്കെ അവന്റെ ഫോണിൽ നിരത്തി വിളിക്കുന്നുണ്ടായിരുന്നു അവന്റെ കൂട്ടുകാർ പറഞ്ഞു. അപ്പൊ ഇവൻ പൈസ അന്ന് 30,000 രൂപ ഈ ആപ്പ് ലോൺ എടുത്തവർക്ക് ക്യാഷ് കൊടുക്കണം, ഇല്ല ക്യാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഫോണിൽ അവന്റെ അമ്മയുടെയും സഹോദരിയുടെയും മറ്റും മോശമായിട്ടുള്ള ഫോട്ടോകൾ അയക്കുമെന്ന് പറഞ്ഞു. അയക്കും എന്നുള്ള മെസ്സേജ് എല്ലാം അവന്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടും പൈസക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ പൈസ കിട്ടിയില്ല. പൈസ കിട്ടാത്തതുകൊണ്ട് പെട്ടെന്നുള്ള ഇതിൽ അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 21 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവന് അതിനുള്ള മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കാന്നുള്ള അല്ലെങ്കിൽ ഇടാന്ന് വിളിച്ചിട്ട് ഓടാന്ന് പറയാനുള്ള ഒരു ഇത് വന്നിട്ടില്ല. ആള് പാവമാണ്, നല്ല പഠിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ കുറച്ച് ഇതൊക്കെ വന്നിട്ടാണ് ജോലിക്ക് ഇറങ്ങിയത്. ഇപ്പോ അവന് പെട്ടെന്ന് അങ്ങനെ തോന്നി പുറത്ത് ഒരു 5 മിനിറ്റ് പുറത്ത് പോയി തിരിച്ചകത്ത് വന്നു. ഇതുപോലെ അവൻ ജോലി ചെയ്യുന്ന ഒരു ടയർ ഷോപ്പാണ്. ഷോപ്പിന്റെ പുറകിൽ പോയിട്ടാണ് ചെയ്തതെന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം ഡോക്ടേഴ്സ് ആസിഡ് അവ എടുത്തിട്ടുള്ളത് എനിക്കറിയില്ല. നമുക്ക് വാങ്ങിയത് എവിടെയാണെന്ന് അറിയില്ല. ആസിഡ് കൊണ്ട് ഷോപ്പിനകത്ത് പോണതിന്റെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ CCTV അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അകത്ത് പോയിട്ട് ഏകദേശം ഡോക്ടേഴ്സിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്ന ഫോമിക് ആസിഡ് എന്നാണ് പറയുന്നത്. റബ്ബർ പാലിലൊക്കെ ഒഴിക്കുന്ന ആസിഡ്. പോലീസ് അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? എന്താണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ? വളരെ വേഗം ഇതിലൊരു നടപടി ഉണ്ടാകുമോ? എന്താണ് പറയുന്നത്? നടപടി ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ FIR എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അവര് ലാബില് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ലാബിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കൂടെ വന്നിട്ടായിരിക്കും. ഈ ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? പോലീസിന് അന്വേഷണത്തിൽ ലഭ്യമായ വിവരങ്ങൾ? അവരൊരു ഉദ്ദേശം പറയുന്നു. ഇതുപോലെ ഒരുപാട് കേസ് മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് അത് എടുത്തിട്ട് അവര് ഈ അവനെ ഭീഷണിപ്പെടുത്തിയ ആ വാട്സപ്പ് ചാറ്റുകളെല്ലാം ഫോണിലുണ്ട്. ഇതിന്റെ അക്കൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് വരെ വീണ്ടും മെസ്സേജ് പല നമ്പറിൽ നിന്ന് ഇതുപോലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അതായത് അവരെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആനന്ദിന്റെ കോൺടാക്റ്റിലുള്ള കംപ്ലീറ്റ് കോൺടാക്ട് ലിസ്റ്റും അവരിങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോശമായിട്ടുള്ള വാക്കുകൾ സംസാരം ചാറ്റ് വരുന്നുണ്ട്. അവിടുന്ന് ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത്? അത് കറക്റ്റ് പറയാനാവില്ല. ലൊക്കേഷൻ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിൽ ട്രൂ കോളറിലായാലും മറ്റും കാണിക്കുന്ന ഓരോരുത്തർ ചിലപ്പോൾ ബീഹാർ എന്നായിരിക്കും, രാജസ്ഥാൻ എന്നായിരിക്കും, ഓരോരുത്തരും ബാംഗ്ലൂർ എന്ന് കാണിക്കുന്നുണ്ട്. കറക്റ്റ് എവിടെയാണെന്ന് കാണിക്കുന്നില്ല. എല്ലാം അതർ സ്റ്റേറ്റ് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്. ശരി, വളരെ നന്ദി അജിത്ത്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെ വേഗം തന്നെ ഈ ആപ്പുകാർ പിടിയിലാവട്ടെ എന്ന് നമുക്ക് കരുതാം. MG പ്രതീഷാണ് വിശദാംശങ്ങൾ